സംസ്ഥാനത്ത് ലൈംഗിക അതിക്രമങ്ങൾ തുടർക്കഥയാകുന്നു. മലപ്പുറത്ത് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതി വിധേയായത് കൂട്ടം മാനഭംഗത്തിന്. തിരുവനന്തപുരത്ത് 9 വയസ്സുകാരിയെ പീഡിപ്പിച്ചത് രണ്ടാനച്ഛനും മുത്തച്ഛൻ്റെ സുഹൃത്തും ചേർന്ന്. ഇടുക്കി പൈനാവിൽ 15 വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ 2 പേർ കൂടി അറസ്റ്റിൽ. കുറ്റകൃത്യങ്ങളുടെ ഉള്ളകളിലേക്ക് കാക്കി. മലയാളി മനസ്സാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ലൈംഗിക അതിക്രമങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിക്കുകയാണ്. മലപ്പുറം അരീക്കോട് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയാണ് ക്രൂരമായ കൂട്ടം മാനഭംഗത്തിന് ഇരയാക്കപ്പെട്ടത്. പലയിടങ്ങളിലായി നിരവധി തവണ പലരും പീഡിപ്പിച്ചതായാണ് പരാതി. സംഭവത്തിൽ 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയാണ് കൂട്ടമാനഭംഗത്തിന് ഇരയായത്. 2015 മുതൽ പീഡനം നടന്നുവെന്ന് പോലീസ് പറയുന്നു. ചൂഷണം ചെയ്തത് നാട്ടുകാരും അകന്ന ബന്ധുക്കളുമടക്കം 8ഓളം പേരാണ്. മുഖ്യപ്രതി 36-കാരിയെ പലർക്കായി കാഴ്ചവെച്ചുവെന്നാണ് കേസ്. അരീക്കോട് പോലീസാണ് കേസെടുത്തത്. സംഭവത്തിൽ 3 FIR-കൾ രജിസ്റ്റർ ചെയ്തു. അതേസമയം നീതി ലഭിച്ചില്ലെന്ന് യുവതിയുടെ സഹോദരൻ പറഞ്ഞു. 20ഓളം സ്വർണ്ണം തിരിച്ചു തരും എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ പ്രലോഭിച്ചുകൊണ്ട് അങ്ങനെ കൊണ്ട് കൈക്കലാക്കിയതാണത്. അല്ല, എൻ്റെ സഹോദരി എൻ്റെ ഉപ്പയുടെ സഹോദരിക്ക് ഞങ്ങളെല്ലാവരും വീട്ടിലും ഇല്ല. അവർ ഇനിയും എന്തൊക്കെയോ കടമ്പകൾ കഴിയാനുണ്ടെന്നാണ് അവർ നമ്മൾ കിട്ടുന്ന റിപ്പോർട്ട്. അത് നമ്മൾ ഇത്രയായിട്ട് നമുക്ക് ഇതിലൊന്നും ഒരു സാറ്റിസ്ഫൈഡ് അല്ല. നമുക്ക് എത്രയും പെട്ടെന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യണം എന്നാണ് നമ്മളെ ഫാമിലിൻ്റെ ഒരു തീരുമാനം. അങ്ങനെയാണ് അത് നമുക്ക് കിട്ടുന്നില്ലൊരു വിശ്വാസമാണ് ഇപ്പം. പ്രതികൾ പലതവണ കൂട്ടമാനഭംഗത്തിനിരയാക്കിയെന്ന് പോലീസിന്റെ FIR-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവിധയിടങ്ങളിലെ ലോഡ്ജിലെത്തിച്ചായിരുന്നു പീഡനം. പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും പീഡനത്തിനിരയാക്കി. യുവതിയുടെ 15 പവൻ സ്വർണവും കവർന്നതായി പരാതിയിൽ പറയുന്നു. കൊണ്ടോട്ടി DYSPക്കാണ് അന്വേഷണ ചുമതല. യുവതിയുടെ കൂടുതൽ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളിലേക്ക് കടക്കുക. ജനം, മലപ്പുറം. പത്തനംതിട്ടയിൽ 13 വയസ്സ് മുതൽ പെൺകുട്ടി പീഡനത്തിനിരയായ സംഭവത്തിൽ 28 പേർ ഇതിനകം അറസ്റ്റിലായി. വിദ്യാർത്ഥികളും യുവാക്കളുമാണ് അറസ്റ്റിലായവരിൽ അധികവും. സ്വകാര്യ ബസ്സിനുള്ളിൽ വെച്ച് പോലും പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായി എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അന്വേഷണത്തിന് DIG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചു. അഞ്ചു വർഷം നീണ്ടുനിന്ന പീഡന പരമ്പരയിലേക്ക് പത്തനംതിട്ടയിലെ പെൺകുട്ടി എത്തപ്പെട്ടത് സുഹൃത്തും സഹപാഠിയുമായിരുന്ന സുബിൻ വഴിയായിരുന്നു. 13-ാം വയസ്സ് മുതൽ അശ്ലീല ചിത്രങ്ങളും സന്ദേശങ്ങളും പരസ്പരം കൈമാറി പെൺകുട്ടിയെ വശത്താക്കി. 16-ാം വയസ്സിൽ അച്ചൻകോട്ടുമലയിലെ റബ്ബർ തോട്ടത്തിൽ വെച്ച് ബലാത്സംഗത്തിനിരയാക്കി. അവിടെ നിന്നായിരുന്നു ക്രൂരമായ ബലാത്സംഗ പരമ്പരയുടെ തുടക്കം. പത്തനംതിട്ട, ഇലവുംതിട്ട പോലീസ് സ്റ്റേഷനുകളിലായി ആകെ 14 FIR-ആണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 26 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 7 പേർ 2 സ്റ്റേഷനുകളിലായി കസ്റ്റഡിയിലുണ്ട്. അറസ്റ്റ് ചെയ്തവരിൽ 3 പേർ 18 വയസ്സിനും താഴെയുള്ളവരാണ്. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 62 പ്രതികളാണ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ജില്ലയ്ക്കുള്ളിലുള്ള മുഴുവൻ പ്രതികളെയും 2 ദിവസത്തിനകം പിടികൂടാനുള്ള നീക്കത്തിലാണ് പോലീസ്. പത്തനംതിട്ട ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘം പെൺകുട്ടിയെ നിരന്തരമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് പലരും പലയിടത്തേക്കായി പെൺകുട്ടിയെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു. ബസ്സിനകത്ത് വെച്ച് പോലും ക്രൂരമായ പീഡനം നടന്നു. വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസിന്റെ അന്വേഷണം. അന്വേഷണത്തിനായി DIG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ ചുമതലപ്പെടുത്തി. പത്തനംതിട്ട SP VG വിനോദ് കുമാറും DYSP S നന്ദകുമാർ അന്വേഷണ ഉദ്യോഗസ്ഥനായ 25-അംഗ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 5 വർഷം മുമ്പ് നടന്ന കേസായതിനാൽ വ്യക്തവും ശാസ്ത്രീയവുമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. കൂടുതൽ അറസ്റ്റുകൾ തുടർന്നുമുണ്ടാകും. ഒടുക്കമില്ലാതെ നീളുന്ന പ്രതികളുടെ നീണ്ട നിര, വർഷങ്ങളോളം നീണ്ടുനിന്ന കുറ്റകൃത്യം, ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് കേസ് ബലപ്പെടുത്തുകയാണ് പോലീസിന്റെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം മിഥുനയ്യപ്പൻ, ജനം, പത്തനംതിട്ട.
ഇടുക്കി പൈനാവിൽ 15 വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ 2 പേർ കൂടി അറസ്റ്റിലായി. പൈനാവിലെ ഓട്ടോ ഡ്രൈവർ സിദ്ദിഖ്, സുഭാഷ് എന്നിവരാണ് പിടിയിലായത്. കേസിൽ കുട്ടിയുടെ അയൽവാസിയെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പൈനാവ് സ്വദേശിനിയായ പെൺകുട്ടിയെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൗൺസിലിംഗിന് വിധേയമാക്കിയതോടെയാണ് പീഡന വിവരം പുറത്തറിയുന്നത്. അച്ഛനും അമ്മയും ഉപേക്ഷിച്ച പെൺകുട്ടി ബന്ധുവീട്ടിലെത്തുമ്പോഴായിരുന്നു സമീപവാസി പീഡിപ്പിച്ചിരുന്നത്. കേസിൽ പിടിയിലായ മറ്റു 2 പേരും പെൺകുട്ടിയുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്നവരാണ്. ഇത് മുതലെടുത്തായിരുന്നു പീഡനം. കുട്ടിയെ കടന്നു പിടിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിനാണ് സുഭാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സിദ്ദിഖ് ഓട്ടോറിക്ഷയിൽ പലയിടത്തെത്തിച്ച കുട്ടിയെ പീഡനത്തിനിരയാക്കിയിട്ടുമുണ്ട്. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കുട്ടിയെ കൂടുതൽ കൗൺസിലിംഗിന് വിധേയമാക്കേണ്ടതുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. കേസിൽ അവ്യക്തമായ കാര്യങ്ങൾ ഇനിയുമുണ്ട്. കൂടുതൽ പ്രതികൾ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളതായും പോലീസ് സൂചന നൽകുന്നു. ജനം, ഇടുക്കി. തിരുവനന്തപുരം പോത്തൻകോട് 9 വയസ്സുകാരിക്ക് പീഡനം. രണ്ടാനച്ഛനും മുത്തശ്ശന്റെ സുഹൃത്തുമാണ് പിടിയിലായത്. കുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം കണ്ടതിനെ തുടർന്ന് അധ്യാപികയാണ് അമ്മയെ വിവരമറിയിച്ചത്. 2 വർഷത്തോളം കുട്ടി പീഡനത്തിന് ഇരയായതായി പോലീസ് അറിയിച്ചു. സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണ്. പോത്തൻകോട് 9 വയസ്സുകാരിയാണ് ലൈംഗിക പീഡനത്തിനിരയായത്. കുട്ടിയുടെ രണ്ടാനച്ഛനായ അനീഷും അപ്പൂപ്പന്റെ സുഹൃത്തായ ബാബുരാജുമാണ് പ്രതികൾ. കുട്ടിയുടെ അമ്മ 1 മാസം മുൻപ് വിദേശത്ത് ജോലിക്കായി പോയിരുന്നു. അതിനുശേഷം കുട്ടിയുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റമുണ്ടായതിനെ തുടർന്ന് സ്കൂളിലെ അധ്യാപികയാണ് വിവരം അമ്മയെ അറിയിച്ചത്. തുടർന്ന് നടത്തിയ കൗൺസിലിംഗിലാണ് പീഡന വിവരം പുറത്തു പറയുന്നത്. രണ്ടാനച്ഛനായ അനീഷ് നിരവധി തവണയാണ് കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത്. 2 വർഷത്തോളം കുട്ടി പീഡനത്തിനിരയായി. പുറത്തു പറഞ്ഞാൽ അമ്മയെ കൊന്നുകളയുമെന്നായിരുന്നു അനീഷിന്റെ ഭീഷണി. വൈദ്യപരിശോധനയിൽ കുട്ടി പീഡനത്തിനിരയായതായി തെളിഞ്ഞു. നേരത്തെ സ്കൂൾ കുട്ടിയെ മർദ്ദിച്ച കേസിൽ പ്രതിയാണ് അനീഷ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ജനം, തിരുവനന്തപുരം. തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ലോഡ്ജിൽ യുവതിയെ കഴുത്തറുത്ത് കൊന്നതിന് ശേഷം മധ്യവയസ്കൻ ജീവനൊടുക്കി. പേയാട് സ്വദേശികളായ കുമാരൻ, ആശ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവതിയെ കാണാനില്ലെന്ന് കാണിച്ച് ഭർത്താവ് കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയിരുന്നു. ദിവസം മുൻപാണ് കുമാരനും ആശയും തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കൊടിയിൽ ടൂറിസ്റ്റ് ഹോമിൽ മുറിയെടുത്തത്. ജീവനക്കാർ ഇന്നലെ മുറി വൃത്തിയാക്കുന്നതിനായി പലതവണ മുട്ടിവിളിച്ചിട്ട് പ്രതികരണമുണ്ടായില്ല. ഇതോടെ ലോഡ്ജ് ജീവനക്കാർ തമ്പാനൂർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി 3ാം നിലയിലെ മുറിയുടെ കതക് ചവിട്ടിപ്പൊളിച്ചാണ് അകത്ത് കടന്നത്. കഴുത്തറുത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ കട്ടിലിന് സമീപത്താണ് ആശയുടെ മൃതദേഹം കണ്ടെത്തിയത്. കുമാരനെ മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തി. ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുള്ളത് ഇതൊരു ഡബിൾ സൂസൈഡ് കേസാണോ ഒരു ഹോമിസൈഡ് സൂസൈഡ് കേസാണോ എന്ന്. തമ്പാനൂർ ഇൻസ്പെക്ടർ അകത്ത് റൂമിലകത്തുണ്ട്. ഇഞ്ചുറീസ് മാർക്ക് ചെയ്യാനുണ്ട്. ഇഞ്ചുറീസ് നോക്കിയിട്ട് മാത്രമാണ് എന്താണ് ശരിക്കും സംഭവിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പ്രാഥമിക അന്വേഷണം മാത്രമാണ് നടത്തിയത്. പൂർണ്ണമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ട് മാത്രമാണ് എന്താണ് സംഭവിച്ചത് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും. വിവാഹമോചിതയായതിനു ശേഷമാണ് കുമാരൻ ആശയുമായി അടുപ്പത്തിലായത്. വിവാഹിതയും 2 മക്കളുടെ അമ്മയുമാണ് ആശ. അതിനിടെ ആശയെ കാണാനില്ലെന്ന് കാണിച്ച് ഭർത്താവ് കഴിഞ്ഞ ദിവസം വിളപ്പിൽശാല പോലീസിന് പരാതി നൽകിയിരുന്നു. പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മുറിയിൽ മൽപ്പിടുത്തം നടന്നതായി വ്യക്തമാക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചു. ആശയുടെ ശരീരത്തിൽ ക്ഷതമേറ്റ പാടുകളുമുണ്ട്. കുമാരന്റെ തോളിലും കൈകളിലും മുറിവേറ്റിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് കൊലപാതകം നടന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. ഫോറൻസിക് സംഘം മുറിക്കുള്ളിൽ വിശദമായ പരിശോധന നടത്തി. വിശദമായ അന്വേഷണത്തിലൂടെ കൊലപാതക കാരണം വ്യക്തമാകുമെന്ന് തമ്പാനൂർ പോലീസും അറിയിച്ചു. ജനം, തിരുവനന്തപുരം. കണ്ണൂർ കണ്ണവം വനത്തിൽ കാണാതായ യുവതിക്കായി നാട്ടുകാരും വിവിധ സന്നദ്ധ സംഘടനകളും തെരച്ചിൽ നടത്തി. കണ്ണവം പോലീസ്, ഡോഗ് സ്ക്വാഡ്, വനവകുപ്പ്, ഡ്രോൺ ക്യാമറ, തണ്ടർബോൾട്ട് സേന, നാട്ടുകാർ തുടങ്ങിയവർ തുടർച്ചയായ ദിവസങ്ങളിൽ തെരച്ചിൽ നടത്തിയിട്ടും ഒരു വിവരവും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ തെരച്ചിൽ വിപുലപ്പെടുത്തിയത്. 14 ദിവസമായി യുവതിയെ കാണാതായിട്ട്. വന്യമൃഗ സാന്നിധ്യം ഉണ്ടാകുമെന്നതിനാൽ ഉൾവനങ്ങളിൽ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ തണ്ടർബോൾട്ട് സേന തിരച്ചിൽ നടത്തുന്നുണ്ട്.
കണ്ണവം വനത്തോട് ചേർന്നുള്ള പന്നോട്, നരിക്കോട്ടുമല, കോളയാട്, ചങ്ങല ഗേറ്റ് ഭാഗം, എടയാർ എന്നിവിടങ്ങളിലും തെരച്ചിൽ നടത്തിയിരുന്നു. എന്നിട്ടും കാര്യമായ പുരോഗതി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് സേവാഭാരതി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകളും പോലീസും സംയുക്തമായി തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചത്. ദൗത്യഫലം കാണുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥർ. ഇപ്പോൾ നമ്മൾ രാവിലെ തുടങ്ങിയതാണ്. സന്നദ്ധ സംഘടനകളുടെയും അതുപോലെ തന്നെ വിവിധ നാട്ടുകാരുടെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും വനംവകുപ്പിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നമ്മൾ വിവിധ സ്ക്വാഡുകളാക്കിയിട്ട് നമ്മൾ തിരച്ചിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് മാവോയിസ്റ്റ് തണ്ടർബോൾട്ട് ടീമിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഇവിടുന്ന് അറക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ പരിസരത്താണ് ഇപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് 14 ദിവസമായിട്ട് നമ്മൾ തുറന്നുകൊണ്ടിരിക്കുന്ന തെരച്ചിലാണിത്. അപ്പോൾ ഇന്ന് കൂടുതൽ ആൾക്കാരെ ഇറക്കിക്കൊണ്ട് തിരയുന്നുണ്ട്. അപ്പം ജനങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാ സഹകരണത്തോടും കൂടിയാണ് നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നിത് വൈകിട്ട് വരെ ഇത് തുടരും. കണ്ണവം ഇൻസ്പെക്ടർ KV ഉമേഷിന്റെ നേതൃത്വത്തിൽ ക്വിക്ക് റെസ്പോൺസ് ടീം, വനം വകുപ്പ് ഉൾപ്പെടെ 30 പേരോളം ദിവസേന തിരച്ചിൽ നടത്തി വരുന്നുണ്ട്. വരും ദിവസങ്ങളിലും പരിശോധന തുടരാനാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. ജനം, കണ്ണൂർ. കോഴിക്കോട് വിവാഹ സൽക്കാരം കഴിഞ്ഞ് മടങ്ങിയ സംഘത്തിന് മുന്നിൽ യുവാക്കളുടെ ബൈക്ക് അഭ്യാസം. താമരശ്ശേരി ബാലുശ്ശേരി റോഡിലാണ് സംഭവം. സംഘത്തിന് നേരെ 3 ബൈക്കുകളിലായി എത്തിയ 6 യുവാക്കളാണ് പ്രശ്നമുണ്ടാക്കിയത്. അഭ്യാസ പ്രകടനം ചോദ്യം ചെയ്തത് സംഘർഷത്തിൽ കലാശിച്ചു. അരംഗ സംഘം അഭ്യാസ പ്രകടനം നടത്തിയത് വിവാഹ സൽക്കാരം കഴിഞ്ഞ് മടങ്ങിയ സംഘം ചോദ്യം ചെയ്യുകയായിരുന്നു. പിന്നീട് 2 വിഭാഗവും റോഡിലിറങ്ങി പരസ്പരം ഏറ്റുമുട്ടി. പിന്നീട് പോലീസ് എത്തിയാണ് 2 കൂട്ടരെയും പിന്തിരിപ്പിച്ചത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബംഗളൂരുവിൽ പശുക്കളോട് കണ്ണില്ലാത്ത ക്രൂരത. സംക്രാന്തി അടുത്തിരിക്കെ 3 പശുക്കളുടെ അകിട് അറുത്തു. കർണാടക ചാമരാജപേട്ടിലാണ് സംഭവം. പ്രദേശവാസിയായ കർണന്റെ 3 പശുക്കളുടെ അകിടാണ് മുറിച്ചു മാറ്റിയത്. ബഹളം കേട്ട് കർണനും കുടുംബവും എത്തിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന പശുക്കളെ കണ്ടത്. ക്രൂരതയ്ക്ക് പിന്നിൽ ആരെന്ന് വ്യക്തമല്ല. കൊടും ക്രൂരതയിൽ BJP പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. ജിഹാദി മനോഭാവമാണ് സംഭവത്തിൽ പ്രകടമാകുന്നതെന്ന് BJP ആരോപിച്ചു. കാക്കിയിൽ ഇടവേള. തിരികെ കാക്കിയിലേക്ക്. ഈരാറ്റുപേട്ടയിൽ മദ്യലഹരിയിൽ ഡ്രൈവർ ഓടിച്ച കാറിടിച്ചു കയറി വെയിറ്റിംഗ് ഷെഡിലിരിക്കുകയായിരുന്ന വ്യവസായി മരിച്ചു. മഠത്തിൽ അബ്ദുൾ റഹ്മാനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ പരിക്കുകളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിൽ നിന്ന് മദ്യക്കുപ്പികൾ കണ്ടെത്തി. ഈരാറ്റുപേട്ട നടയ്ക്കലാണ് സംഭവം. വാഗമണ്ണിലേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ വെയിറ്റിംഗ് ഷെഡിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു. ഇന്നലെ രാത്രി 11 മണിയോടെ ഈരാറ്റുപേട്ട നടക്കലിലുണ്ടായ വാഹനാപകടത്തിൽ മഠത്തിൽ അബ്ദുൾ ഖാദറാണ് മരിച്ചത്. വെയിറ്റിംഗ് ഷെഡിൽ സുഹൃത്തിനൊപ്പം സംസാരിച്ചിരിക്കുകയായിരുന്നു ഇദ്ദേഹം. മദ്യലഹരിയിൽ ഓടിച്ചു വന്ന കാർ വെയിറ്റിംഗ് ഷെഡിലേക്ക് ഇടിച്ചു കയറി. സുഹൃത്തിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഗമണ്ണിലേക്ക് പോവുകയായിരുന്ന കാറിൽ നിന്ന് മദ്യക്കുപ്പികൾ കണ്ടെടുത്തിട്ടുണ്ട്. വാഹനത്തിലുണ്ടായിരുന്നവർ മദ്യലഹരിയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തു. ഏറ്റുമാനൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാക്കനാട് ഇൻഫോ പാർക്ക് സ്വദേശി LC മാത്യു ആണ് മരിച്ചത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന 2 കുട്ടികൾ ഉൾപ്പെടെ 4 പേരെ പരിക്കുകളോടെ തെള്ളകത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു അപകടം. MC റോഡിൽ കാണക്കാരിക്ക് സമീപം ഇവർ സഞ്ചരിച്ച കാറും ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. സംഭവത്തിൽ ഏറ്റുമാനൂർ പോലീസ് കേസെടുത്തു. ജനം, കോട്ടയം. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിക്കുമ്പോഴും ഇഴഞ്ഞു നീങ്ങി പ്രതിരോധ നടപടികൾ. 5 വർഷത്തിനിടെ 39,484 ആക്രമണങ്ങളാണ് ഉണ്ടായത്. വന്യജീവി ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടത് പാമ്പ് കടിയേറ്റാണ്.
2021-2022 കാലഘട്ടത്തിൽ ആനകളുടെ ആക്രമണത്തിൽ 35-ഉം കടുവയുടെ ആക്രമണത്തിൽ ഒരാൾക്കും മറ്റ് മൃഗങ്ങളുടെ ആക്രമണത്തിൽ 78 പേർക്കും ജീവൻ നഷ്ടമായി. 2022-2023 കാലയളവിൽ 98 പേർക്കും വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമായി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കണക്കുകളാണ് ഇത്. അതേസമയം വന്യജീവി ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ പേർക്ക് ജീവൻ നഷ്ടമായത് പാമ്പ് കടിയേറ്റാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ വന്യജീവി ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായ 847 പേരിൽ 540-ഉം പാമ്പ് കടിയേറ്റാണ്. 2024-ൽ 30 പേർ പാമ്പ് കടിയേറ്റ് മരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും ചികിത്സയുടെയും പാളിച്ചയാണ് മരണം സംഭവിക്കാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. ജനം, തിരുവനന്തപുരം. നെയ്യാറ്റിൻകരയിൽ അച്ഛനെ മക്കൾ സമാധിയിലിരുത്തി സ്രാവിട്ട് മൂടിയ സംഭവത്തിൽ ദുരൂഹത വർദ്ധിക്കുന്നു. മരിച്ച ഗോപൻ സ്വാമി അതീവ ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നുവെന്ന് ബന്ധു പോലീസിന് മൊഴി നൽകി. വ്യാഴാഴ്ച വീട് സന്ദർശിച്ച ബന്ധുവാണ് ഇക്കാര്യം പറഞ്ഞത്. സമാധിക്കല്ലറ തുറന്നുള്ള പോലീസ് പരിശോധന നാളെ ഉണ്ടായേക്കും. മക്കളുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം. നെയ്യാറ്റിൻകര സ്വദേശി ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മക്കളുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസ് സ്ഥിരീകരണം. സമാധിക്ക് സമയമായി എന്ന് പറഞ്ഞ പിതാവ് അറയിൽ ഇരുന്ന് മരിച്ചു എന്നാണ് മക്കളിൽ ഒരാളുടെ മൊഴി. മരണം സംഭവിച്ച ശേഷം കുളിപ്പിച്ച് സമാധി ഇരുത്തുകയായിരുന്നു എന്നാണ് മറ്റൊരാളുടെ മൊഴി. കൂടാതെ ഒരു ബന്ധുവിന്റെ മൊഴിയിലും വൈരുദ്ധ്യമുണ്ട് എന്നും പോലീസ് പറയുന്നു. ഗോപൻ സ്വാമി മരിക്കുന്ന സമയത്ത് രാജസേനൻ എന്ന മകനായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസിന്റെ സ്ഥിരീകരണമുണ്ട്. മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താനാണ് പോലീസിന്റെ നീക്കം. സ്വാമിയെ സമാധിയിരുത്തിയ സ്ഥലം പൊളിച്ചുള്ള പരിശോധന ഇന്നുണ്ടാകില്ല. പോലീസ് റിപ്പോർട്ട് തിരുവനന്തപുരം സബ് കളക്ടർക്ക് ലഭിച്ചത് ഇന്ന് രാവിലെയാണ്. തുടർ നടപടികൾക്ക് തഹസിൽദാർക്ക് റിപ്പോർട്ട് കൈമാറി. സിമന്റ് തറ പൊളിച്ചുള്ള പരിശോധന തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ മാത്രമേ നടക്കൂ എന്ന് സബ് കളക്ടർ പറയുന്നു. ജനം, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ലൈംഗിക അതിക്രമങ്ങൾ തുടർക്കഥയാകുന്നു. മലപ്പുറത്ത് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതി വിധേയായത് കൂട്ടം മാനഭംഗത്തിന്. തിരുവനന്തപുരത്ത് 9 വയസ്സുകാരിയെ പീഡിപ്പിച്ചത് രണ്ടാനച്ഛനും മുത്തച്ഛൻ്റെ സുഹൃത്തും ചേർന്ന്. ഇടുക്കി പൈനാവിൽ 15 വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ 2 പേർ കൂടി അറസ്റ്റിൽ. കുറ്റകൃത്യങ്ങളുടെ ഉള്ളകളിലേക്ക് കാക്കി.